യെസ്, ഈ ഒരു വീഡിയോയിലൂടെ ഇന്ത്യൻ ഫുട്ബോളും കേരള ബ്ലാസ്റ്റേഴ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം അപ്ഡേറ്റുകളുണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. 300 ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ്, കരോലിസ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. എന്തായാലും അദ്ദേഹം എടുത്തു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമുക്കറിയാം, നമ്മുടെ കുറേയധികം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഉത്തരം നൽകുന്നതിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. അതായത് നമുക്ക് ഫിനാൻഷ്യൽ ഒരു പ്രശ്നമില്ല, പൈസയുടെ ഒരു പ്രശ്നമില്ല, പൈസയൊക്കെ ആവശ്യത്തിനുണ്ട്. ബട്ട് ഡൊമസ്റ്റിക് പ്ലേയേഴ്സിന് നമ്മളൊരു പരിധിയിൽ കൂടുതൽ വലിയ തുക കൊടുത്ത് അല്ലെങ്കിൽ ഓവർ പെയ്ഡായിട്ടൊക്കെ സൈൻ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് കരോലിസ് പറയുന്നത്. ക്ലബിനെ തന്നെ ബാധിക്കും, ക്ലബിൻ്റെ ഫ്യൂച്ചറിനെ ബാധിക്കും. അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റിസർവ് ടീമിനെ കുറിച്ചാണ്, നമ്മുടെ യൂത്തിനെ കുറിച്ചാണ്. നമ്മുടെ യൂത്തിന് കൂടുതൽ അവസരം കൊടുക്കാനാണ് താൻ എപ്പോഴും ശ്രമിക്കാറുള്ളത്. നമ്മുടെ യൂത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ റിസർവ് ടീമിൽ നിന്ന് എത്ര താരങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്, അത് തന്നെ ഒരു നമുക്ക് വലിയൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണെന്നാണ് നമ്മുടെ കരോലിസ് പറയുന്നത്. ഒരു പക്ഷേ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് വരുന്ന യൂത്ത് താരങ്ങൾക്ക് താൻ അവസരം കൊടുത്തില്ലെങ്കിൽ താൻ ഒരു ക്രിമിനലായി പോകുമെന്നാണ് മാർക്കസ് ഫെർഗുസൺ നമ്മുടെ കരോലിസ് പറയുന്നത്. സോ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ശരിയുണ്ട്. അതായത് യുവതാരങ്ങൾക്ക്, അതായത് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് വരുന്ന യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരം കൊടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ വളരെയധികം ശരിയാണ്. പിന്നെ അദ്ദേഹം എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. അതായത് മറ്റുള്ള ടീമിൻ്റെ ഡൊമസ്റ്റിക് പ്ലേയേഴ്സ് നമ്മുടെ ഡൊമസ്റ്റിക് പ്ലേയേഴ്സും ഒക്കെ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, എല്ലാം ഒരുപോലത്തെ പ്ലേയേഴ്സ് തന്നെയാണ്. അവർക്കുള്ളൊരു ക്വാളിറ്റി നമ്മുടെ പ്ലേയേഴ്സിനും ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏത് ടീമുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഡൊമസ്റ്റിക് നിരയാണ് നമുക്കുള്ളതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ യൂത്ത് അല്ലെങ്കിൽ ഈ റിസോർട്ട് ടീമിൽ നിന്ന് വന്ന താരങ്ങളെല്ലാം ഹൈ ക്വാളിറ്റി താരങ്ങളാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. അതായത് താൻ മെയിനായിട്ട് ഡൊമസ്റ്റിക് പ്ലേയേഴ്സിന് അധികം സൈൻ ചെയ്യാത്തത് വലിയ ഡിഫറൻസ് ഉണ്ടാക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു പ്ലെയർ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയില്ല എന്ന് നമ്മുടെ കരോലിസ് പറയുന്നുണ്ട്. അതായത് നമ്മൾ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് വലുതായിട്ട് തുക മുടക്കാൻ പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ആ ഒരു പ്ലെയർ ഉണ്ടാക്കണം. പക്ഷേ അങ്ങനെ ഡിഫറൻസ് ഉണ്ടാക്കുന്ന പ്ലേയേഴ്സ് ഒന്നും തന്നെ ഇല്ലെന്ന് അദ്ദേഹം എടുത്തു പറയുന്നത്. സോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ചിലതൊക്കെ ശരിയാണ്, ചിലതൊക്കെ തെറ്റായിരിക്കാം. എന്തായാലും കരോലിസിൻ്റെ വാക്കുകൾ ഇങ്ങനെയൊക്കെയാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമുക്കിനി അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ISL ആദ്യ ഗോൾ പിറന്നു കഴിഞ്ഞു. ആ ഒരു ഗോൾ അടിച്ചിരിക്കുന്നത് നമ്മുടെ തിരിയാണ്. എന്തായാലും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് മുംബൈ സിറ്റി FC വണ്ടിയല്ല, മോഹൻബഗാൻ സൂപ്പർ ജയൻസിന് വേണ്ടി അദ്ദേഹം ഒരു ഓൺ ഗോളാണ് നേടിയിരിക്കുന്നത്. സോ എന്തായാലും 10ാം മിനിറ്റിലാണ് ഗോൾ വരുന്നത്. ലിസ്റ്റം കൊളാസയുടെ ഒരു ക്രോസിലാണ് ഗോൾ വന്നിരിക്കുന്നത്. സോ ISL ആദ്യത്തെ ഗോൾ എന്ന് പറയുന്നത് ഒരു ഓൺ ഗോളായിട്ട് മാറിയിരിക്കുകയാണ്. എന്തായാലും ഓൺ ഗോൾ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, അത് തിരിയുടെ ആ ഒരു ഓൺ ഗോൾ കണ്ടവരുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീട്ടിൽ കാണുന്നവരെ ഗുഡ് ബൈ.